മലപ്പുറം ജില്ലയിലെ കുറ്റിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന അമാന ഹോസ്പിറ്റലിലെ ഒരു നഴ്സ് അമീന കഴിഞ്ഞ ജൂലൈ 12-ന് ആത്മഹത്യ ചെയ്തിരുന്നു. അവിടുത്തെ GM അബ്ദുറഹ്മാന്റെ ഹറാസ്മെന്റ് കൊണ്ട് ആ കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു. അമീനയുടെ നാട് തൊടുപുഴയിലാണ്. അമാന ഹോസ്പിറ്റലിൽ അമീന വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 3 വർഷത്തിന്റെ അടുത്തായിട്ടുണ്ട്. ഇക്കഴിഞ്ഞ ജൂലൈ 15-ന് അമീന അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി വിദേശത്തേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്താണ് അബ്ദുറഹ്മാൻ എന്ന ഒരു നായിന്റെ മോൻ കാരണം ആ കുട്ടി ജീവനൊടുക്കിയത്. പ്രാക്ടീസ് ചെയ്ത് ഇറങ്ങുന്നതിന്റെ സന്തോഷത്തിന്റെ പേരിൽ അവിടുത്തെ ഡോക്ടേഴ്സിന് അതുപോലെ തന്നെ അവിടുത്തെ സ്റ്റാഫിനൊക്കെ അമീന ട്രീറ്റ് ചെയ്തിരുന്നു. മരിക്കുന്ന ദിവസം ഒരു 2 മണിക്ക് മുൻപായിട്ട് അമീന വീട്ടുകാരായിട്ട് സംസാരിച്ചിരുന്നു. എത്ര സന്തോഷത്തോടെയാണ് അമീന ഫോണൊക്കെ കട്ട് ചെയ്തത്. അത് കഴിഞ്ഞ് 2 മണിക്ക് ശേഷമാണ് GM അബ്ദുറഹ്മാൻ അയാളുടെ ക്യാബിലേക്ക് അമീനയെ വിളിക്കുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? ഏതാണ്ട് ഒരു 4 മണിയാവുന്ന സമയത്താണ് അമീനയെ അബോധാവസ്ഥയിൽ കാണുന്നത്. അബ്ദുറഹ്മാൻ അമാന ഹോസ്പിറ്റലിൽ ആദ്യം വർക്ക് ചെയ്ത് ഇറങ്ങിയതാണ്. പിന്നീട് അവിടുത്തെ മാനേജ്മെന്റ് അയാളെ തിരിച്ചു വിളിച്ചത്. അതെന്തിനും? അമീന മരണപ്പെട്ടിട്ട് ഏതാണ്ട് ഇപ്പോൾ ഇന്നേക്ക് 1.5 ആഴ്ച കഴിഞ്ഞു. അബ്ദുറഹ്മാനെ ഇതുവരെ പോലീസ് കണ്ടെത്തിയിട്ടില്ല. ഒളിവിലാണെന്നാണ് പറയണത്. കേരള പോലീസിന് ഇതുപോലുള്ള ഈ നാറിനൊക്കെ പിടിക്കാൻ എന്ത് പണിയുള്ളത്? അതും പണക്കുഴപ്പമാണോ? എനിക്കിപ്പോൾ അറിയാൻ പറ്റിയത് അവിടെ മുൻപുണ്ടായിരുന്ന സ്റ്റാഫിനൊക്കെ ഈ നാരുടെ കയ്യിൽ നിന്ന് ടോർച്ചറിങ് കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇപ്പോഴുള്ള സ്റ്റാഫിനും കിട്ടിയിട്ടുണ്ട്. അവരൊക്കെ എനിക്ക് പേഴ്സണലായിട്ട് എന്നോടത് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടെ മുൻപ് ഉണ്ടായിരുന്ന ഒരു സ്റ്റാഫിന്റെ ഒരു വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിച്ചു തരാം. കാരണം അമീന എന്ന് പറഞ്ഞ കുട്ടി ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാണ് ആ കുട്ടി ജോയിൻ ചെയ്തത്. പക്ഷേ എല്ലാവരും അനുഭവിച്ചിട്ടുള്ള ഇത്രയും സ്ട്രഗിൾ ആ കുട്ടി അനുഭവിച്ചിട്ടുണ്ട്. ആ കുട്ടി എനിക്ക് OT ടെക്നീഷ്യൻ ആയതുകൊണ്ട് OT ഇൻചാർജ് ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു. ആ ദിവസങ്ങളിൽ ആ കുട്ടി 2.5 വർഷം നിന്നു എന്നാണ് 2021 മുതൽ ആ കുട്ടി എൻഡിൽ മുതൽ ആ കുട്ടി ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അവിടെ പ്രശ്നമുള്ളത് സീനിയർ സ്റ്റാഫുകൾ ആരും കുട്ടികൾക്ക് സപ്പോർട്ടഡ് അല്ല. അവരെല്ലാവരും അവിടെ നിലനിന്ന് പോകാനായിട്ട് ആ ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് ആ പരിസരത്തുള്ളവരൊക്കെ തന്നെയാണ് സ്റ്റാഫുകൾ, സീനിയേഴ്സ്, മുതിർന്നവർ, അതായത് ഒരു എബോവ് 35 ഏജുള്ള എല്ലാ സ്റ്റാഫുകളും അവർ ഹോസ്പിറ്റലിന് വേറെ ഇനി എവിടെയും പോകാനില്ല, ഈ ഹോസ്പിറ്റലാണ് ശരണം എന്ന് കഴിയുന്നവരായതുകൊണ്ട് കുട്ടികളുടെ കാര്യങ്ങൾ ഇടപെടില്ല, ഹോസ്റ്റലിന്റെ കാര്യങ്ങൾ ഇടപെടില്ല. അമീനെ പറ്റി എനിക്ക് അറിയില്ല. പക്ഷേ മറ്റു കുട്ടികൾ പറഞ്ഞത് ആ കുട്ടി കുറച്ചുകൂടെ ബോൾഡ് ആയിട്ടുള്ള കുട്ടിയായിരുന്നു. ആ കുട്ടിയാണെങ്കിൽ അമീന എന്ന് പറഞ്ഞ കുട്ടി സർട്ടിഫിക്കറ്റിനെ പറ്റി അന്വേഷിച്ച സമയത്ത് ഇയാൾ കൊടുക്കാന്ന് പറഞ്ഞു, അബ്ദുറഹ്മാൻ കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ കൊടുത്തിട്ട് എന്താ പറയുക, ഓൾറെഡി ഇയാൾ ടോർച്ചർ ചെയ്യുന്ന CCTV ഉണ്ട്. നമ്മുടെ ഹോസ്റ്റലിനകത്ത് വരെ CCTV ആണ് വെച്ചിരിക്കുന്നത്. നമുക്ക് പുറത്ത് പോകാനോ കാര്യങ്ങളൊന്നുമില്ല. സ്ട്രിക്റ്റ് ചുരിദാർ ഇടാൻ പാടില്ല, ഇവിടെ ബഹളം വെക്കാൻ പാടില്ല, ചിരിക്കാൻ പാടില്ല, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ കുറേ ഫോൺ ഉപയോഗിച്ച് മേടിച്ച് വെച്ചിട്ട് അയാൾ നമ്മുടെ സാലറി അയാൾ കട്ട് ചെയ്തിട്ടുണ്ട്. അയാൾ അങ്ങനെയൊക്കെ ചെയ്യും. അവിടുത്തെ ഓരോ സ്റ്റാഫും അവിടെ നിൽക്കുന്നത് ആ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി മാത്രമാണ്. നരകിക്കാണ്. ഒരു ഹോസ്പിറ്റല് വെറും ബിസിനസ് ആക്കി മാറ്റിയ ഒരു മാനേജ്മെന്റ് നാറികൾ. അമീനയുടെ മരണത്തിൽ പൂർണ്ണ ഉത്തരവാദിത്തം GM-നും അതുപോലെ തന്നെ അവിടുത്തെ മാനേജ്മെന്റ് മാത്രമാണ്. ഇന്ന് അമീനയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരികയാണ്. അതിനുശേഷം ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. അബ്ദുറഹ്മാൻ ഇതുപോലുള്ള നാറികൾ ഇനി വളരാൻ പാടൂല. ഇപ്പോഴും അവിടുത്തെ സ്റ്റാഫുകളോട് വർക്ക് ചെയ്യുന്നത് ഭയന്നാണ്. മാനേജ്മെന്റ് നാറികളെ, നിങ്ങൾ ഈ പണക്കൊഴുപ്പ് എന്നും വിജയിക്കൂല. നിങ്ങൾ ഇല്ലാതാക്കിയത് ഒരു പാവപ്പെട്ട വീട്ടിലൊരു അത്താണിനെയാണ്. നാറികളെ.